കോട്ടയത്ത് വളരെ പുരാതനമായ മനോഹരമായ ഒരു പള്ളിയുണ്ട്. ചെറിയ പള്ളി എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇതത്ര ചെറുതൊന്നുമല്ല കേട്ടോ. 1579 പോർച്ചുഗീസ് മെയ്സൺ ആൻ്റണിയും തെക്കൻകൂർ രാജ്യത്തിലെ അദ്ദേഹത്തിൻ്റെ കരകൗശല വിദഗ്ധരുടെ സംഘവും ചേർന്നാണ് ഈ പള്ളി നിർമ്മിച്ചത്. യൂറോപ്യൻ തദ്ദേശീയ ശൈലികളുടെ മിശ്രിതമായ ബറോക്ക് വാസ്തുവിദ്യാ ശൈലിയാണിത്. എന്നിരുന്നാലും പള്ളിയുടെ ആരാധനാക്രമത്തിൽ പോർച്ചുഗീസുകാർക്ക് യാതൊരു സ്വാധീനവുമില്ല. ഇത് സിറിയൻ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ചെറിയ പള്ളി സന്ദർശിക്കുമ്പോൾ ചില ക്ഷേത്രങ്ങളുടെ സമാനമായ നിർമ്മാണം നമുക്ക് അനുഭവപ്പെടും. അക്കാലത്ത് ഈ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എല്ലാ ആരാധനാലയങ്ങളുടെയും നിർമ്മാണ രീതി ഒന്നു തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ചെറിയ പള്ളി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ വലിയ പള്ളി എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്തൊരു ഭംഗിയാണെന്നറിയാമോ. ഇതുപോലെ സുന്ദരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അധികം പള്ളികളുണ്ടെന്ന് തോന്നുന്നില്ല. ശരിക്കും നമ്മൾ ഈ സ്വപ്നങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള നിർവൃതിയാണിത്. ആ പഴമ അതുപോലെ ഇവിടെ ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. പള്ളിയുടെ കെയർടേക്കറായ ശ്രീ KM സണ്ണിക്കുട്ടി പള്ളിയെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് കേൾക്കുക. ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 470 വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഇത് നമ്മുടെ മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഈ പള്ളിക്കകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള പള്ളിയുടെ കൂട്ടല്ല, ഇത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ പള്ളിക്കകത്ത്. നമ്മുടെ മദ്ഭായ്ക്കകത്ത് നമ്മുടെ പുന്നത്തറ തിരുമേനി ഉൾപ്പെടെ 4 ബാബാമാരെ അടക്കം ചെയ്തേക്കുന്ന ഒരു ദേവാലയമാണിത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് അനുഗ്രഹമുള്ള ഒരു ദേവാലയം. ഒരുപാട് ആൾക്കാർ, ടൂറിസ്റ്റുകൾ, അതുപോലെ ഇംഗ്ലീഷുകാരെ, ഇവർ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു ദേവാലയമാണിത്.